ഹലോ ഗായ്സ്, MIT ആപ്പ് ഇൻവെന്ററിന്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓട്ടോ ഫ്ലാഷ് ആപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഇരുട്ടത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം. അതുപോലെ തന്നെ വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ബട്ടണോ അല്ല കമാൻഡ് ബട്ടണോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ ഓഫ് ആണോ, ഇരുട്ടത്തേക്ക് പോകുമ്പോൾ അത് ഓൺ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ MIT ആപ്പിന്റെ വെബ്സൈറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്രിയേറ്റ് ആപ്സ് എന്നുള്ള ബട്ടൺ അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ന്യൂ പ്രൊജക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം പ്രൊജക്ടിന്റെ പേരടിക്കും. ഞാൻ ഇവിടെ ഓട്ടോ ഫ്ലാഷ് എന്നുള്ള പേരടിക്കുന്നു. നിങ്ങൾക്ക് ഏത് പേര് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ കൊടുക്കും. ഇപ്പോൾ പ്രൊജക്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഫസ്റ്റ്ലി മാറ്റട്ടെ. അപ്പോൾ സ്ക്രീൻ ഓറിയന്റേഷൻ പോർട്രേറ്റ് കൊടുക്കുക. കാരണം എനിക്ക് പോർട്രേറ്റ് ഫോർമാറ്റിൽ ഇത് വരേണ്ടത്, ഈ ഒരു പ്രൊജക്ട് വരേണ്ടത്. അതിനുശേഷം ടൈറ്റിൽ വിസിബിൾ, എനിക്ക് ടൈറ്റിൽ വിസിബിൾ ആണ്ട, അതുകൊണ്ട് അൺടിക്ക് ചെയ്യാമെന്ന്. ഓക്കെ, അതിന്റെ ടൈറ്റിൽ ഒന്ന് കളയാം. ഓക്കെ, അതിനുശേഷം ഇമേജിന്റെ ഒരു കോമ്പോണന്റ് ആഡ് ചെയ്യുന്നു, ലേബലിന്റെ ഒരു കോമ്പോണന്റ് ആഡ് ചെയ്യുന്നു. കാരണം ഈ ഒരു രണ്ട് കോമ്പോണന്റിലാണ് നമ്മുടെ ടോർച്ച് സ്റ്റേറ്റ് ഓഫ് ആണോ അല്ല ഓൺ ആണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്. ഒന്ന് പറഞ്ഞാൽ പിക്ചറിൽ ടോർച്ചിന്റെ പിക്ചർ വരും, അതിന്റെ ഓൺ ആണോ ടോർച്ച് ഓഫ് ആണോ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി രണ്ട് പിക്ചർ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോർ ലേബലിൽ ടോർച്ച് ഓൺ പൊസിഷൻ, അത് ഫ്ലാഷ് ലൈറ്റ് ഓൺ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോമ്പോണന്റ് മെയിൻലി വിസിബിൾ ആവുന്ന രണ്ട് കോമ്പോണന്റ്സ്, ബാക്കി രണ്ട് ഇൻവിസിബിൾ കോമ്പോണന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ്ലി ഈ ഒരു ഇമേജിന്റെ കോമ്പോണന്റ് എടുത്തിട്ട് അവിടെ അലൈൻമെന്റ് അതിന്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ആക്കട്ടെ. ഹൈറ്റ് ഏകദേശം ഒരു 60% കൊടുക്കാം. ഇതിന്റെ വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ടെക്സ്റ്റ് ഫോർ ലാബിൽ ക്ലിക്ക് ചെയ്തിട്ട് സെയിം ഹൈറ്റ് ഒന്ന് മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കുന്നു, വിഡ്ത്തും മാറ്റിയിട്ട് ഫിൽ പാരന്റ് കൊടുക്കുന്നു. ഇതിന്റെ ഓക്കെ കൊടുക്കുന്നു. ഇതിന്റെ ടെക്സ്റ്റ് ഫോർ ലാബിൽ ഒന്ന് മാറ്റിയിട്ട് ഫ്ലാഷ് ലൈറ്റ്, അതായത് മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണോ ഓഫ് പൊസിഷൻ ആണോ നോക്കാം. അപ്പൊ ബൈ ഡീഫോൾട്ട് എനിക്ക് ഓഫ് ആയിട്ടുള്ള പൊസിഷനിലാണ് വേണ്ടത്. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്നുള്ള രീതി ഞാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒന്ന് സെന്റർ ചെയ്യാം. പിന്നെ ഈ ഒരു ഫോണ്ട് സൈസ് കുറച്ച് 20 ആക്കാം, ഒന്ന് ബോൾഡ് ആക്കാം ഫോണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു പിക്ചറിന്റെ അതായത് ഇമേജിന്റെ കോമ്പോണന്റിൽ പോയിട്ട് രണ്ട് പിക്ചർ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ ടോർച്ചിന്റെ ഓൺ പൊസിഷനിലുള്ള പിക്ചറും ഒന്ന് ടോർച്ചിന്റെ ഓഫ് പൊസിഷനിലുള്ള പിക്ചറും. ഓക്കെ, അപ്പോൾ രണ്ടും ഇതിലൂടെ അപ്ലോഡ് ചെയ്യാം ആദ്യം. അതായത് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഒന്ന് ഓൺ പൊസിഷൻ കൊടുക്കും, ഓപ്പൺ ചെയ്യാം, അതിന്റെ ഓക്കെ കൊടുക്കും. അത് ഒന്നാമത്തെ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പിക്ചർ അതുപോലെ തന്നെ അപ്ലോഡ് കൊടുക്കും, ഓഫ് പൊസിഷൻ കൊടുക്കും, ഓക്കെ കൊടുക്കും. ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഓഫ് സ്റ്റേറ്റിലാണ് നിലവിൽ, അതായത് ആപ്പ് തുറക്കുമ്പോൾ ഇതൊരു ഓഫ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോൺ വിസിബിൾ കോമ്പോണന്റ് ആണ്. അതായത് ഇപ്പോൾ രണ്ട് വിസിബിൾ, മെയിൻലി ഈ രണ്ട് വിസിബിൾ കോമ്പോണന്റേ ഉള്ളൂ, വേറെ കമാൻഡ് ബട്ടണോ കാര്യങ്ങളോ ഇല്ല. ഇനി സെൻസേഴ്സ് ആണ്. അപ്പോൾ ഈ സെൻസറിൽ പോയിട്ട് ലൈറ്റ് സെൻസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ നോൺ വിസിബിൾ കോമ്പോണന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ വിസിബിൾ കോമ്പോണന്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് സെൻസർ എന്നുള്ള കോമ്പോണന്റ് ഉപയോഗിച്ചിട്ടാണ് പുറമേ ലൈറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ വെളിച്ചം ഉണ്ടോ എന്ന് കാണിക്കാൻ, അതായത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു ലൈറ്റ് സെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ്, ഫ്ലാഷ് ലൈറ്റ്. അപ്പം ഫ്ലാഷ് ലൈറ്റിന്റെ കോമ്പോണന്റ് ഇതിനകത്ത് ഓൾറെഡി ഇല്ല. അപ്പോൾ നമ്മൾ ഒന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. ഫ്ലാഷ് ലൈറ്റ് എക്സ്റ്റൻഷൻ പ്യൂറ വീഡാന്ന് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, പ്യൂറ വീഡ ആപ്സ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് MIT ആപ്പ് ഇൻവെന്ററിന്റെ കുറെ എക്സ്റ്റൻഷനിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. ഡൗൺലോഡ് ടൈഫോൺ ഫ്ലാഷ് ലൈറ്റ് എക്സ്റ്റൻഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഇമ്പോർട്ട് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യാം, ചൂസ് ഫയൽ കൊടുക്കും. എന്നിട്ട് എവിടെ ഡൗൺലോഡ് ചെയ്തത് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഫയൽ, ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കും. ഓക്കെ, ടൈഫോൺ ഫ്ലാഷ് ലൈറ്റ് എന്ന ഇതിന്റെ പേര്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ടിന്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ രണ്ടാമത്തെ വിസിബിൾ കോമ്പോണന്റ് നോൺ വിസിബിൾ കോമ്പോണന്റ് ആയി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആയി. ഓക്കെ, ഇൻവിസിബിൾ കോമ്പോണന്റ്, നോൺ വിസിബിൾ കോമ്പോണന്റും ആയി, വിസിബിൾ കോമ്പോണന്റ്സും ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് സെക്ഷനിലാണ്. ബ്ലോക്ക് സെക്ഷനിലേക്ക് പോവാം. അതിനുശേഷം ലൈറ്റ് സെൻസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റ് സെൻസർ കോമ്പോണന്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വെൻ ലൈറ്റ് സെൻസർ ഡോട്ട് ലൈറ്റ് ചേഞ്ച്ഡ് അത് ഡ്രാഗ് ചെയ്തിട്ട് അതായത് ഈ ഒരു ബ്ലോക്ക് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ഒരു കോമ്പോണന്റിലാണ് ലൈറ്റ് സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ആദ്യം സെൻസ് ചെയ്യുന്നത്, ലൈറ്റ് പുറമേ ഉണ്ടോ എന്ന് സെൻസ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺട്രോൾ, അതായത് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈഫ് പുറമേ കറണ്ട് ഉണ്ടോ, അതായത് വെളിച്ചം ഉണ്ടോ എന്ന് കണക്കാക്കാൻ വേണ്ടി ഈഫ് വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ ടോർച്ച് ലൈറ്റ് ഓഫ് ആണ്, അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ഓൺ ആണ്. ഓക്കെ, ആ രീതിയിലുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഡ്രാഗ് ചെയ്തിട്ട്, ഈ ഒരു ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഈഫിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് സെൻസറിലേക്ക് പോവാം. എന്നിട്ട് ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് എടുക്കാം നമ്മൾ. ഓക്കെ, അതിനുശേഷം LUX എന്നുള്ള കാര്യം, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു LUX എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിന്റെ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ LUX. ഓക്കെ, നമ്മൾ മീറ്റർ ഡിസ്റ്റൻസിന് അളക്കാൻ കിലോമീറ്റർ എന്ന് പറയുന്ന പോലെ ലൈറ്റിനെ അളക്കേണ്ട ഒരു സൂചികയാണ് LUX. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്ത് ഓപ്പറേറ്റർ എടുക്കുക. അതിനുശേഷം ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഓക്കെ, എന്നിട്ട് മാത്ത് ഓപ്പറേറ്ററിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കും. അതായത് ഈ ലൈറ്റ് സെൻസർ എന്നുള്ള കാര്യം, അതായത് LUX ഞാൻ പറഞ്ഞല്ലോ, LUX ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ LUX ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പുറമെ വെളിച്ചം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 1 കൂടി ഇവിടെ നമ്മൾ വെക്കണം. ഓക്കെ, മാത്ത് ഓപ്പറേറ്റർ പോയിട്ട് 1 എടുക്കും, ടൈപ്പ് ചെയ്തിട്ട് 1 ആക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ LUX ഗ്രേറ്റർ ദാൻ 1 ആയി, അതായത് പുറമെ വെളിച്ചം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൂചന. അപ്പം വെളിച്ചം ഓൾറെഡി ഉണ്ട്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷന്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകണം എന്ന് കാണിക്കും. അപ്പോൾ കോൾ ഫ്ലാഷ് ലൈറ്റിന്റെ കോമ്പണന്റ് എടുത്തിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്ന് കാണിക്കണം. അതായത് ഇവിടെ പുറമെ വെളിച്ചമുണ്ടെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ വേറെ സ്പെസിഫൈ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരെ ഫ്ലാഷ് ലൈറ്റ് ഓൺ എന്നുള്ള പൊസിഷനിലേക്ക് വരണം. പുറമെ വെളിച്ചമില്ലെങ്കിൽ എന്നുള്ള കണ്ടീഷനില്ല നെക്സ്റ്റ് വരും. ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ലെസ്സർ ദാൻ 1 അല്ലേ പോകും. അപ്പോൾ ലെസ്സർ ദാൻ 1 ഇവിടെ നമ്മൾ വേറെ ഓട്ടോമാറ്റിക് വേറെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് അണ്ടർസ്റ്റാൻഡ് എൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഓൺ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇനി നെക്സ്റ്റ്, അതായത് ഇപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും, ഓഫ് ഓൺ ചെയ്യും. പക്ഷെ നമുക്ക് വീണ്ടും എഡിഷനിൽ നമ്മൾ ഇമേജും ലാബിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇമേജ് കോമ്പണന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. അത് ഇതിൻ്റെ അകത്ത് ഇമേജ് ഓട്ടോമാറ്റിക്കലി മാറണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇമേജ് കോമ്പണന്റിൽ പോയിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യുന്നു, ഒരു കോമ്പണന്റ് കൂടി. എന്നിട്ട് ഇതിന്റെ പിക്ചർ ഒന്ന് മാറ്റണം. അല്ലേ, പിക്ചറില്ല നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ വീണ്ടും ഇമേജിന്റെ കോമ്പണന്റിലേക്ക് വന്നു, എന്നിട്ട് പിക്ചർ എടുക്കുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച് പിക്ചർ കണ്ടോ, റെഡ് മാർക്കായിട്ട് വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പം എനിക്ക് ഇപ്പോൾ ഓഫ് സ്റ്റേറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഓഫ് സ്റ്റേറ്റിന്റെ പിക്ചർ സെലക്ട് ചെയ്യാൻ ഡ്രാഗ് ചെയ്തിട്ട് ഉള്ളിടും. ഇനി നെക്സ്റ്റ് സെയിം പാറ്റേൺ Ctrl+C Ctrl+V എടുത്തിട്ട് ഇതേ കാര്യം താഴേക്ക് വിടും. ഈ എൽ സ്റ്റേറ്റ്മെന്റിൽ പിക്ചർ ഓൺ പിക്ചറാണ് വരേണ്ടത്. ഓക്കെ കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാബലാണ്. ലാബിലെ ടെക്സ്റ്റ് നമുക്കൊന്ന് മാറണം. അപ്പോൾ ടെക്സ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് എടുക്കുക. ലാബിലെ കോമ്പണന്റിൽ ടെക്സ്റ്റിലേക്ക് പോകും. വിസിബിൾ മാറ്റിയിട്ട് ടെക്സ്റ്റിലേക്ക് പോകും. ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് അല്ല വേണ്ടത്. ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്നുള്ള പൊസിഷൻ വരണം. ഫ്ലാഷ് ലൈറ്റ് ഓഫ്. ഇനി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ എന്ന് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് കണ്ടീഷൻ വന്നിട്ടുണ്ട്. പിക്ചർ വന്നു. ഫസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് പുറമെ ലൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഈ ഒരു കണ്ടീഷൻ പുറമെ ലൈറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനുള്ളിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവും. പിന്നെ ഇമേജ് സെറ്റ് ടു ഇമേജ് ഓഫ് ഇമേജ് വരും. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ലാബിലെ ടെക്സ്റ്റ് മാറിയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്ന് വരും. ഇനി എൽസിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും. ഇമേജ് ഓൺ പിക്ചർ വരും. ഫ്ലാഷ് ലൈറ്റ് ഓൺ എന്നുള്ള ലാബിൽ ഇത് വരും. ഓക്കെ, ടെക്സ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ആപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് വ്യൂ ചെയ്യാം. കണക്ട് പോയിട്ട് AI കമ്പനി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു QR കോഡ് എൻ്റെ മൊബൈലിലുള്ള MIT ആപ്പ് ഇൻവെന്ററിന്റെ കമ്പനി ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബൈ ഡീഫോൾട്ട് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിട്ട് ഈ രീതിയിൽ വരും. ഫ്ലാഷ് ലൈറ്റിലെ ലാബിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇമേജിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് എന്നുള്ള ഇമേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള റൂമിൽ. അപ്പോൾ ലൈറ്റിനെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ടോ? ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. ഉണ്ടോ? ഓണാക്കിയാലൊക്കെ ഉണ്ടോ? അതായത് ഇവിടെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ കറസ്പോണ്ടിങ്ങിൽ അത് ഓണായി. പിന്നെ ഓണാക്കുമ്പോൾ ഓഫായി ഓട്ടോമാറ്റിക്കലി. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.